ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ 8:45 സമയം. എണീറ്റ് കുളിച്ചിട്ട് വന്നപ്പോൾ എണീറ്റ് തന്നെ ലേറ്റായിട്ടാണ്, 8:15 ആയി എണീറ്റപ്പോൾ. അപ്പോൾ കിടന്നപ്പോൾ തന്നെ 3-3:30 അപ്പോൾ അതെന്താണെന്ന് ഒന്ന് കണ്ടിട്ടില്ല. സമയം രാത്രി 11 മണി. ഞങ്ങളൊരു മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, കളങ്കാവൽ. ഇവിടെ അടുത്ത കാട്ടാക്കട തന്നെ ഒരു മൾട്ടിപ്ലെക്സ് ഉണ്ട്. ഞാൻ അന്ന് പറഞ്ഞിരുന്ന ഒരു വീഡിയോയിൽ. പേരെൻ്റെ കാളിദാസ് എന്ന് പറഞ്ഞൊരു മൾട്ടിപ്ലെക്സ് ഉണ്ട്. അപ്പോൾ 11:45 മൂവി. അമ്മയുടെ അടുത്ത് ആദ്യം പറയണ്ടെന്ന് വിചാരിച്ചു, പിന്നെ ലാസ്റ്റ് പറഞ്ഞു. മൂവി കണ്ടിട്ട് എല്ലാവരും ഉറങ്ങി. ഞങ്ങൾക്ക് ഇപ്പോഴാണ് മൂവിക്ക് പോകേണ്ട ബുദ്ധി വന്നത്. അനൂപ് ഇപ്പോൾ ബുക്ക് ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വൈകിട്ട്. ലേറ്റ് നൈറ്റ് മൂവീസ് ബുക്ക് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, അതല്ലേ ഒരു ത്രിൽ. തിരിച്ച് വീട്ടിലെത്തി. നല്ല സിനിമ, ഫിലിം അടിപൊളി. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. നല്ല ഫിലിം. 2:30 മണിയായി. കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ അത് കാരണമാണ് ലേറ്റായത് എണീക്കാനായിട്ട്. നല്ല സിനിമയായിരുന്നു, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. വിനായകനും മമ്മൂട്ടിയും ഒരേ ലെവലിൽ നിൽക്കുന്ന ഒരു ഫിലിം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ, നല്ല ഫിലിമാണ്. ഇപ്പോൾ രാവിലെ ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ആദ്യം ചായ ഇട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ. ഉറക്കം വരുന്നുണ്ട്. ആക്ച്വലി 10 മണിയായി, 10 മണി കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊരു 1/2 hour to 1 hour ഞാനൊന്ന് ഉറങ്ങിയിട്ട് ഉച്ചയ്ക്കുള്ള കറികൾ, ഇന്നലത്തെ കറികളെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു, ലഞ്ചൊക്കെ കഴിച്ചു, ഒന്ന് കുളിച്ചു. ഇനി അമ്പലത്തിലേക്ക് പോവുകയാണ്. ഞാൻ വെള്ളനാട്ടെ മുടിപ്പുര ദേവി ക്ഷേത്രം ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്, ശിവൻകോവിൽ എന്നാണ് ഇവിടെ പറയുന്നത്. അവിടേക്ക് പോവുകയാണ്. ഇന്ന് അനിമാമൻ്റെ എന്തോ പൂജയുണ്ട്. അപ്പോൾ അവിടെ തൊഴുത് പറ്റുകയാണെങ്കിൽ മുടിപ്പുരയും കൂടെ ഒന്ന് തൊഴുതിട്ട് തിരിച്ചു വരാം. എൻ്റെ ബട്ടർഫ്ലൈ പ്ലാന്റ് ഞാൻ അന്ന് കാണിച്ചു തന്നില്ലേ, അതിൻ്റെ കോലം നോക്കിക്കോണേ. ഫുൾ കരിഞ്ഞു. ഞങ്ങളിവിടെ ഒരു 4 ദിവസം ഇല്ലായിരുന്നല്ലോ, അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. ഇനി ഇതിനെ വെള്ളം ഒഴിച്ചൊന്ന് റെഡിയാ. രണ്ട് അമ്പലങ്ങളിലും പോയി തൊഴുതു.
ശിവൻ്റെ അമ്പലത്തിൽ മാമനുണ്ടായിരുന്നു, അവിടെ പൂജയാണ്. അപ്പോൾ മാമൻ 7:30 കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. ഞങ്ങൾ എന്തായാലും മുടിപ്പുരയിലും കൂടെ വന്ന് തൊഴുതു. ഇനി അമ്മയെ ഒന്ന് കണ്ടിട്ട് വരാമെന്നൊരു ചെറിയൊരു പ്ലാൻ. അമ്മയെ കണ്ടിട്ട് ഞങ്ങൾ ഇപ്പോൾ അമ്പലമുക്ക് ജംഗ്ഷൻ കഴിഞ്ഞു. അമ്മയ്ക്ക് അറിയില്ല ഞങ്ങൾ വരുന്നുണ്ടെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ല. അമ്മയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. ഞങ്ങൾ എത്തുന്നതിന് മുന്നേ തന്നെ അനിമാമൻ അമ്മയെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അറിഞ്ഞു. അതുകൊണ്ട് വലിയ എക്സ്പ്രഷൻ ചേഞ്ച് ഒന്നും ഇല്ലായിരുന്നു. അമ്മയുടെ സീരിയൽ കാണൽ പരിപാടിയിലായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് തിരിച്ച് വെള്ളനാട്ടേക്ക് എത്തി. ഗുഡ് മോർണിംഗ്. സൺഡേ മോർണിംഗ് ആണ്. രാവിലെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ രാവിലെ തന്നെ എനിക്കൊരു പണി കിട്ടി. എൻ്റെ നോസ് സ്റ്റഡ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ഇങ്ങനെ ഇരിക്കേണ്ടതാണ്, അത് വളഞ്ഞു പോയി, ഇങ്ങനെ ആയിപ്പോയി, നേരെ ആയിപ്പോയി. കാണുമ്പോൾ ഒരു അഭംഗിയില്ല, പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇന്നലെ രാത്രിയിൽ മുഖം കഴുകിയിട്ട് ഞാനൊന്ന് ഇങ്ങനെ വൈപ്പ് ചെയ്തപ്പോൾ ഈ മോതിരം ഉണ്ടല്ലോ അത് കയറി ഒന്ന് ഉടക്കി മൂക്കുത്തിയിൽ. അപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഒരു ഡിസ്കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഞാൻ വിചാരിച്ചു തൊട്ട് നോക്കിയപ്പോൾ കുഴപ്പമില്ല, മൂക്കുത്തി അവിടെ തന്നെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല എന്ന്. രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പെയിൻ തോന്നി. അങ്ങനെ ഊരാൻ നോക്കിയപ്പോഴാണ് ഊരാൻ പറ്റുന്നില്ല. ഫ്രണ്ടിൽ നിന്ന് ഊരാൻ പറ്റുന്നില്ല, ബാക്കിൽ നിന്ന് ഊരാൻ പറ്റുന്നില്ല. ഭീമയിൽ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവിടെ ആളുണ്ട്, 8:30 വരെ ആളുണ്ടെന്ന് പറഞ്ഞു. രാവിലെ ഭീമയിലേക്ക് പോകാമെന്ന് അനൂപ് പറഞ്ഞു. അതെങ്ങനെയാണ് ഊരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ രാവിലെ ഭീമയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്ലാൻസ് ഒന്നും ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ വഴിയെ കാണാം. ഇന്ന് അമ്മയ്ക്ക് ഒരു ഹൗസ് വാമിംഗ് ഫങ്ഷൻ ഉണ്ട്. അമ്മയുടെ ഒരു കസിൻ്റെ വീടിൻ്റെ പാലുകാച്ചാണ്. അപ്പോൾ അമ്മ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയാലും അമ്മ അവിടെ ഒരു വൈകിട്ട് വരെ കാണില്ല. അപ്പോൾ അമ്പലമുക്കിലേക്ക് ഇന്ന് എന്തായാലും പോകുന്നില്ല. ഞങ്ങൾ ഭീമയിൽ നിന്ന് അനൂപ് പറഞ്ഞു വേറെ അപ്പം എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ അങ്ങനെ നേരെ വെള്ളനാട് നിന്ന് ഭീമ എത്തി. എൻ്റെ മൂക്കിൽ നിന്ന് ഊരാൻ പറ്റുന്നില്ലായിരുന്നു, അതുകൊണ്ട് ആ മൂക്കുത്തി പൊട്ടിച്ചാണ് എടുത്തത്. മൂക്കുത്തി ഊരി മാറ്റി. ഞാൻ അത് റിപ്പയർ ചെയ്യണോ അതോ അതും കൊടുത്തിട്ട് വേറെ മേടിക്കണോ എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുകയാണ്. അവർ നോക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ല. ഇതെനിക്ക് അനൂപ് ആദ്യം മേടിച്ചു തന്ന മൂക്കുത്തിയാണ്. അപ്പോൾ 2018-ലോ 19-ലോ എന്തോ മേടിച്ചതാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അവർ നോക്കുകയാണ്. ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് ഇത് മേടിച്ചത്. അപ്പോൾ നോക്കുകയാണ് അവർ. ഒരു നോസ് സ്റ്റഡ് എടുത്തിട്ടുണ്ട്. അവർ കൊണ്ടുപോയി ഇത് ചെയ്യാനായിട്ട് കൊണ്ടുപോയി. ഒരു ലവ് ഷേപ്പ് വരുന്ന ഒരു നോസ് സ്റ്റഡാണ്. ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. ആ വേർഡ്സ് കറക്റ്റാണ്. ഒരു ഡയമണ്ട് അല്ല, അവിടെ ഡയമണ്ട് അല്ലേ പറയണം. ഒരു ഡയമണ്ട്സേ ഉള്ളൂ. ഇതാണ് ഇപ്പം അടുത്ത നോസ് സ്റ്റഡ്. ഒരു ലവ് ഷേപ്പാണ്. ഒരു സ്വാസ്തിക്കിൻ്റെ സൈനം കാണിച്ചു, ഓം, പിന്നെ ത്രിശൂലത്തിൻ്റെ ഇതുമൊക്കെ കാണിച്ചു. അപ്പം എനിക്ക് സ്വാസ്തിക്കും എനിക്കിഷ്ടപ്പെട്ടു, ഈ ഇതും എനിക്കിഷ്ടപ്പെട്ടു. അനൂപ് പറഞ്ഞു സ്വാസ്തിക്കിനെക്കാട്ടിലും ഇതെടുക്കാം എന്ന് പറഞ്ഞാണ് ഇതെടുത്തത്. നല്ലതാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഭീമയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അനൂപ് പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്തു നമുക്ക് മോൾ ഓഫ് ട്രാവൻകൂർ പോകാമെന്ന്. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു.
ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ മേളിൽ ഫുഡ് കോർട്ടിൽ ന്യൂ ഫുഡ് കോർട്ടിൽ ചായ്ക്കാരി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അവിടെ കർണാടക സ്പെഷ്യൽ പൊടി ബെന്നെ മസാല ദോശയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അനൂപ പെട്ടെന്ന് ബുക്ക് മൈ ഷോയിൽ നോക്കി ഫിലിം ബുക്ക് ചെയ്തു. ദുരന്തർ എന്ന് പറഞ്ഞ ഫിലിം, ഹിന്ദി ഫിലിം. ഞങ്ങൾ രണ്ടുപേരും വീക്കെൻഡ്സിൽ മാക്സിമം ലുലു മോൾ അവോയ്ഡ് ചെയ്യാൻ നോക്കും. കാരണം വീക്കെൻഡ്സിൽ അവിടെ ഭയങ്കര റഷായിരിക്കും. ഒന്ന് മൂവിക്ക് പോകാനോ ഫുഡ് കഴിക്കാനോ സമാധാനമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ വീക്കെൻഡ്സിൽ ഞങ്ങൾ മോൾ ഓഫ് ട്രാവൻകൂർ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇന്ന് വെജ് ഫുഡ് കഴിക്കാനാണ് തോന്നിയത്. നോൺ വെജിനോട് എന്തോ ഒരു അവേർഷൻ തോന്നി. വെജ് ഫുഡാണെന്ന് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ മൂവിയൊക്കെ കണ്ട് ഒരു 3.5 മണിക്കൂർ മൂവി ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കഴിഞ്ഞൊരു 9:30-10 മണിയായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഫ്രണ്ട് ഗേറ്റ് ആണ്. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. എനിക്ക് ലാസ്റ്റാണ് കുറച്ചൊരു ഇതായപ്പോൾ, എന്നാലും ഒരു കണ്ടിന്യൂഷൻ ഉണ്ടല്ലോ. ലാസ്റ്റ് ദി എൻഡ് അല്ലല്ലോ മൂവി. ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ഒരു ഓക്കേയിഷ് പോലെ തോന്നി. ഈ ക്ലിപ്സൊക്കെ ഞാൻ എടുത്തത് വെറും പ്രഹസനമാണ്. ഗിംബൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ്. ഇത് വെള്ളനാടേക്ക് പോകുമ്പോൾ ഉള്ള ഒരു ചേർച്ചാണ്. ഈ ചേർച്ച് ഒരുപാട് വർഷമായിട്ട് പണി തീരാതെ കിടന്നതാണ്. ഇപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഫിനിഷായി. അങ്ങനെ ഞങ്ങൾ വെള്ളനാടേക്ക് എത്തി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ വീക്കെൻഡിൻ്റെ ചെറിയൊരു വ്ലോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അഡിയോസ്.